നന്ദിനി മോളെ, പത്മ മേഡത്തിനോട് മോൾ ഒരു കാര്യവും പറയരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്മ മേഡത്തിന്റെ ചെവിയിൽ എത്തിയിരുന്നെങ്കിൽ ഈ നിമിഷം മോളെ പടിയിറക്കി വിട്ടാനെ. അതിനാണല്ലോ രാജേട്ടൻ ഞാൻ പറയുന്നേ. എനിക്ക് ഈ ജീവിതം മടുത്തു. ഒരു അടിമയെ പോലെ എനിക്ക് ഇതിനകത്ത് കഴിയാൻ വയ്യ. എനിക്ക് എന്റെ നാട്ടിൽ പോണം, എന്റെ വീട്ടുകാരുടെ അടുത്ത് എത്തണം. അവിടെ എനിക്ക് കൈയും കാലും വീശി നടക്കണം, കുറച്ച് ശുദ്ധമായി ശ്വസിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷെ പത്മ മേഡത്തിനെ പോലെ അല്ലല്ലോ യതീന്ദ്ര സാർ. ഒരു അച്ഛനെ പോലെ മോളെ സ്നേഹിക്കുന്നില്ലേ? ആ മനുഷ്യനെ കുറിച്ച് മോൾ ആലോചിക്കണ്ടേ? പിന്നെ സൂര്യ സാർ, മോള് നോക്കിക്കോ, കുറച്ച് നാള് കഴിയുമ്പോ സൂര്യ സാർ മോളെ ആത്മാർത്ഥമായി സ്നേഹിക്കും, ഭാര്യയായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലില്ല. എന്തിനാ വലിയൊരാളുടെ ഭാര്യ ആവാനോ? ഇവിടെയുള്ളവരൊക്കെ പറയുന്ന പോലെ ഈ സമ്പത്തിന്റെ ഉടമയാവാനോ? രാജേട്ടാ, എന്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ ചെറുതാ. ഉണ്ണാൻ എടുത്തു വെച്ചാ അതെനിക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. ഉറങ്ങാൻ കിടന്നാ എനിക്ക് ഉറങ്ങാൻ പറ്റും. അതിനെനിക്ക് എന്റെ വീട്ടിലെത്തിയാൽ മതി. എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും അനിയത്തിമാരുടെയും കൂടെ കുറച്ച് സമയം ഇരുന്നാ മതി. അതിലും വലിയ സന്തോഷം ഈ ലോകത്ത് ആരും എനിക്ക് ഉണ്ടാക്കി തരില്ല. കാശ് മനുഷ്യന് അത്യാവശ്യം, പക്ഷെ പണം മാത്രല്ലല്ലോ ജീവിതം. മോള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സങ്കടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ രാജുവേട്ടനും ഉണ്ടാവും. സ്വന്തം ആങ്ങളായിട്ട് കാണുന്നതല്ലേ എന്നെ? നിന്റെ വർത്തമാനം കേൾക്കാനും നിന്നെ കണ്ടുകൊണ്ടിരിക്കാനും ഏട്ടന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടിയാ പറയുന്നേ. സ്നേഹിക്കുന്നവരെനിക്ക് തിരിച്ചറിയാം, നന്നായിട്ട് തിരിച്ചറിയാം. പക്ഷെ പോണം രാജുവേട്ടാ. എല്ലാം പത്മ മാഡത്തിനോട് തുറന്നു പറഞ്ഞിട്ട് ഒരു ദിവസം ഞാനങ്ങ് പോകും. അതിലൊരു മാറ്റവും ഇല്ല. മമ്മി, ഞങ്ങൾ കരുതി മമ്മി വെറുതെ ഇരിക്കുകയാണെന്ന്. അത് നിങ്ങൾ വെറുതെ ഇരുന്ന് ശീലിച്ചോണ്ട് തോന്നുന്നതാ. എന്റെ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ മമ്മി, ഞാൻ പിന്നെ മമ്മിയോടൊപ്പം കമ്പനിയിൽ വരില്ലേ? അയ്യോ, നമുക്ക് കമ്പനി ഉണ്ടെന്ന് കരുതി ഇവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇഷ്ടം പോലെ പ്രൊഫഷൻസ് ഉണ്ട്. സമൂഹത്തിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷൻ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കണം. ഇത് എന്ത് എഗ്രിമെന്റാ മമ്മി? എന്താ, നീ കമ്പനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മറുനാടൻ കമ്പനിയായിട്ട് ചേർന്ന് നമ്മൾ വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എഗ്രിമെന്റാ. വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ? വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടിൽ ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തൊരു പ്രോജക്റ്റ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് കേരളത്തിലെ വലിയൊരു ബിസിനസ് ഫാമിലി ആയിട്ട് നമ്മൾ മാറും. അതിന് ഭാഗ്യമൊന്നും വേണ്ട, മമ്മി വിചാരിച്ച എന്താ നടക്കാത്തെ? മോളെ, പത്മ മേഡത്തിനോട് ഇപ്പോ സാഹചര്യം എങ്ങനെയാ നോക്കട്ടെ.
ചായ ഇത് മധുരവും ഇല്ല. അയ്യോ, എന്തടി നീ കാണിച്ചേ? ഈ ഇരിക്കുന്ന എഗ്രിമെന്റിന്റെ വില എന്താന്ന് അറിയോ നിനക്ക്? മാഡം അത് കൺമുമ്പിൽ വന്ന് പോവരുതെന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അതിന്റെ ധൈര്യത്തിൽ നീ എന്റെ മുമ്പിൽ വന്നു പോരുത്. അടുക്കളയിൽ കിടന്ന് മാത്രം നിരങ്ങുന്ന നിനക്ക് ഇത് വെറും കടലാസാ.